ഹലോ. അപ്പോൾ നമ്മുടെ 30 ഡേ ഹോം വർക്കൗട്ട് സീരീസിന്റെ 14th ഡേ ആണെന്ന്. നമ്മളൊരു മാസത്തിന്റെ പകുതിയാകാറായി കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പർ ബോഡിയും കോ വർക്കൗട്ടും ആണ്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ സെഷൻ കുറച്ച് നീളം കൂടിപ്പോയി എന്നറിയാം. ഇന്നും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കൂടെ റിയൽ ആയിട്ട് ചെയ്തു പോവുകയാണല്ലോ. നമ്മൾ ഇതിനകത്ത് കട്ട് ചെയ്ത് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യുന്നില്ല. നമ്മളും നിങ്ങളുടെ കൂടെ വർക്കൗട്ട് ചെയ്യുക തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ടൈം എടുക്കുന്നതും നമ്മൾ റെസ്റ്റ് ചെയ്യുന്നതും എടുക്കുന്നതും ഒക്കെ ആയിട്ട് ഒരു ഫുൾ ലെങ്ത് വീഡിയോ വരുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ കൂടെ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ അതേ ഫീല് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ അത്ര റോ ആയിട്ട് ആ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ കഴിഞ്ഞ 2 ആഴ്ചത്തേക്കാളും ഇന്റൻസിറ്റി കൂടിയത് കൊണ്ടും നമ്മൾ ഇത്തിരി ഒന്ന് നീളം കൂടിയൊക്കെ വരുന്നുണ്ട്. അതെ. നാളെ ആകുമ്പോ 15th ഡേ ആയി. 15 ദിവസമാവും നമ്മൾ തുടങ്ങിയിട്ട്. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാം സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പർ ബോഡിയും കോ വർക്കൗട്ട്സും ആണ് കേട്ടോ. റെഡി? 1 2 3 4. ഞാൻ ഈ മൈക്കിലേക്ക് ഒരുപാട് കുഴി 6 7 6 7 come on 8 ചെയ്തു 9 10. Okay, arm rotation. The 1 2 3 4 5 6 7 8 9 10. Reverse. 10 9 8 7 6 5 4 3 2 1. Shoulder. 1 2 3 4 5 6 7 8 9 10. Reverse. 10 9 8 7 6 5 4 3 2 1. Okay, side. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. Okay, the 1 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. Relax. Now 1 1 2 3 4 5 6 7 8 9 10. Reverse. 10 9 8 7 6 5 4 3 2 1. ഓക്കെ, അടുത്തത് കാല് വൈഡ് ചെയ്ത് വച്ചിട്ട് ഫ്രണ്ടിലേക്ക്. 1 ബാക്കിലേക്ക്, 2 ലെഗ്സിലേക്ക് ഫുൾ സ്ട്രെച്ച് ബാക്ക്. Then 2 3 4 5 6 7 8 9 10. Relax. Okay, the 1 2 3 4 5 6 7 8 9 10 11
12, 13, 14, 15, 16, 17, 18, 19, 20. Okay, dance. Ready? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. സൈഡിലേക്ക്. Ready? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അടുത്ത കാലം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Okay, so സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് വെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഷോൾഡർ പ്രസ് അല്ലേ? ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡംബൽ ഷോൾഡർ പ്രസ്. ഓക്കെ, 12 കൗണ്ട്സ് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ കുറെ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എടുക്കുന്നു, ഡംബൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നു. ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ പിടിക്കല കേട്ടോ, ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഇല്ല ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഒരു ചെറിയ ഒരു ട്വിസ്റ്റ് ഇങ്ങോട്ട് ഇരിക്കട്ടെ. ഓക്കെ, ഇങ്ങനെ പിടിക്കണ്ട, ഇങ്ങനെ ഇരിക്കട്ടെ. റെഡി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അടുത്തത് ബെൻഡ് ഓവർ. 30 സെക്കൻഡ്സ് കൊടുത്തോ, കുഴപ്പമില്ല. 30 സെക്കൻഡ്സ് ഞാൻ ഇതേക്കട്ടെ. ഇത് ഓഫ് ആടാ, ഓഫായി, ചാർജ് ചെയ്തില്ല. ഓക്കെ, 30 സെക്കൻഡ്സ് കഴിഞ്ഞു. ഇതാ അടുത്തത് ബെൻഡ് ഓവർ റോ ആണ്. ബെൻഡ് ഓവർ റോ ഞാൻ കുറേ തവണ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ബെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. എങ്കിലും വീണ്ടും കാണിച്ചു തരികയാണ്. മുട്ട് ചെറുതായിട്ട് ബെൻഡ് ചെയ്യുക, ബാക്കിലേക്ക് ഗ്ലൂട്സ് പുഷ് ചെയ്ത് അപ്പർ ബാക്ക് സ്ട്രെയിറ്റ് ആയിരിക്കട്ടെ. Then the 1, കണ്ടോ, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അങ്ങോട്ട് മാറ്റിച്ച പുഷപ്സ്. ചൂട്. ഓക്കെ, നെക്സ്റ്റ് വൺ പുഷപ്സ് ആണ്. അയ്യോ, ഇത് ഓണ ഇതാണല്ലോ. കുഴപ്പമില്ല, കുഴപ്പമില്ല. പുഷപ്സ് ആണ് അടുത്തത്. പുഷപ്സ് നമ്മൾ നോർമൽ പുഷപ്സ് ചെയ്യുന്നുണ്ട്, നീ പുഷപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നീ പുഷപ്സ് ആയിരിക്കും പലരും ചെയ്യുന്നത്. മാക്സിമം നമ്മുടെ നോർമൽ പുഷപ്സിലേക്ക് വരാൻ ട്രൈ ചെയ്യുക. സേതു നീ പുഷപ്പ് കാണിച്ചു തരും, ഞാൻ നോർമൽ പുഷപ്പ് ചെയ്യാം. ഓക്കെ, ആയിക്കോളും. ഓക്കെ, റെഡി? കം ഓൺ, 10 കൗണ്ട്സ്. നീ പുഷപ്പ് ചെയ്യുന്നവര് സേതുവിനെ കറക്റ്റ് ആയിട്ട് നോക്കി കേട്ടോ, എങ്ങനെയാ പോകുന്നെന്നുള്ളത്. ഇങ്ങനെ മാത്രം പോകരുത്. പോടെ. റെഡി? 1, 2,
3, 4, 5, 6, 7, 8, 9, 10. ഇന്നലെ പോയതുപോലല്ല, ഇന്ന് നമ്മൾ കുറച്ച് സ്പീഡിലാണ്. ഇന്നലെ ഫുഡൊക്കെ അടിച്ച് വെട്ടിക്കേറ്റി ചെയ്യാൻ പോലും പറ്റാത്ത മൂഡിലായി പോയി. അനുഭവിച്ചില്ലേ? അതെ, ചിക്കൻ ചമ്മന്തി സംഭവം അടിപൊളിയായിരുന്നു. അതുകൊണ്ട് വയററിയാതെ കഴിച്ചു. ഓക്കെ, എടുത്തോ, ഡംബിൾസ് എടുത്തോ. ഡംബൽ കേൾസ്. ഡംബൽ കേൾസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാ ഇങ്ങനെ വെക്കുന്നു, കൈ കുറച്ച് ഫ്രണ്ടിലേക്ക് പിടിക്കണം കേട്ടോ. 1, ഓർമ്മയുണ്ടല്ലോ? എല്ലാരും പൊസിഷനിലേക്ക് വായോ. ഡംബൽസ് എടുത്തോളൂ. എല്ലാരും ഡംബൽസ് ഒക്കെ വാങ്ങിയെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ബോട്ടിലൊക്കെ മാറ്റിയിട്ട് ഡംബൽസ് വാങ്ങിയോ അല്ലെങ്കിൽ ഡംബലൊക്കെ ഓർഡർ ചെയ്തു എന്നൊക്കെ വിചാരിക്കുന്നു. മാക്സിമം ഡംബലൊക്കെ ഓർഡർ ചെയ്യുക. അല്ല, മാക്സിമം നമ്പർ ഡംബൽ അല്ല, മാക്സിമം ഡംബൽ ഓർഡർ. അങ്ങനെയല്ലല്ലോ, ഡംബൽ ഓർഡർ. നിങ്ങക്ക് മനസ്സിലല്ലോ, ഡംബൽസ്. റെഡി? 1, 2, 3, 4, 5, 6, 7. എന്റെ കൈ ഇരിക്കുന്നുണ്ടല്ലോ അല്ലെ, ഞാൻ ഇങ്ങോട്ടല്ല വെച്ചിരിക്കുന്നേ. 8, 9, 10, 11, come on, 12, 13, 14, 15. Relax. എന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇപ്പോഴും ഈ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കാണുന്നവര് അത് ഫസ്റ്റ് കണ്ടുവരാൻ ശ്രമിക്കുക. ഈ സീരീസ് കാണുന്നവര് ചില വർക്കൗട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതെ, ഇവിടെ അതാ അവിടെ നിൽക്കാൻ പറഞ്ഞു. ചില വർക്കൗട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫസ്റ്റ് ക്ലാസ്സിലായിരിക്കാം, ഫസ്റ്റ് വീഡിയോസിലായിരിക്കാം. അപ്പൊ നിങ്ങൾ ഇടയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ കാണിച്ചെന്ന് മനസ്സിലാവാതെ വരും. വീണ്ടും വീണ്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട്. മൈക്ക് മനസ്സിലായല്ലോ. അപ്പോ ഇത്രേ ഉള്ളൂ. കവി ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് 30 ഡേ പ്രോഗ്രാം, നമ്മുടെ ഈ 30 ഡേ പ്രോഗ്രാം നിങ്ങൾ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ മാക്സിമം ഫോളോ ചെയ്യുക, ഇടയ്ക്കൊന്നും ചെയ്യാതിരിക്കുക. കാരണം ഇതിന്റെ ഈ എന്താ ലെവൽ മാറ്റം ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് ബിഗിനർ ലെവലിൽ നിന്നാണല്ലോ നമ്മൾ പതുക്കെ 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 കട്ടി കൂട്ടി വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അപ്പോഴേ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു പ്രോഗ്രസീവ് ഓവർലോഡായിട്ട് മനസ്സിലാവും. അത് മാത്രമല്ല, ഇടയ്ക്ക് ചെയ്ത ഒരാളെന്റെ അടുത്ത് ഒരു ഹോളോ ഹോൾഡ് എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാനത് പറഞ്ഞു. ഫസ്റ്റ് നമ്മളെ 2 സെഷനിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ടാണ് ആ 7th സെഷനിൽ അത് പറയാതിരുന്നത്. അതുകൊണ്ടും കൂടാണ് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് വരാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അടുത്തത് ഈ വർക്കൗട്ട് ഞാൻ ഇതുവരെ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടില്ല. ഇത് സ്കൾ എക്സ്റ്റൻഷൻ. ഓക്കെ, അതായത് നിങ്ങളുടെ കയ്യിൽ 2 ഡംബല് ആണ്, നിങ്ങൾക്ക് 2 ഡംബൽ എടുക്കാൻ പറ്റുന്നുള്ളവര് ഇങ്ങനെ പിടിക്കുക. ഓക്കെ, ഇങ്ങനെ പിടിക്കുക. നീ മറ്റൊന്ന് കാണിച്ചു കൊടുത്ത്, ഒറ്റ ഡംബൽ കൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന കാണിച്ചു കൊടുത്ത്. ഓക്കെ, ഇപ്പൊ ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ 2 ഡംബൽ കൊണ്ട് ചെയ്യാം എന്നുള്ളവർക്ക് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം. ഒറ്റ ഡംബൽ കൊണ്ടേ പറ്റുന്നുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ സേതു പിടിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ പിടിക്കാം. ഓക്കെ, അതായത് ഇങ്ങനെ പിടിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. മാക്സിമം 2 ഡംബൽ കൊണ്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. രണ്ടും ഓക്കെ ആണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എടുക്കുന്നു, എന്നിട്ട് എൻ്റെ ഈ പോർഷൻ അപ്പുറം ഓക്കെ
ഈ അപ്പർ ആം ഇവിടെ സ്റ്റേബിൾ ആയിരിക്കും. ഫോർ ആം മാത്രം ഞാൻ എന്താ കണ്ടോ, ഫോർ ആം മാത്രം കൊണ്ടുവരുന്നു, മടക്കുന്നു, നിവർത്തുന്നു. ഇത് ഇങ്ങനെ പോകരുത്. ഓക്കെ, അത് അങ്ങനെ പോകരുത്. ഇത് ഇവിടെ തന്നെ നിൽക്കുക. 1 കണ്ടോ, 2 ഇത് ഇവിടെ തന്നെ നിൽക്കുകയാണ്. അതുപോലെ ഞാൻ എന്റെ രണ്ട് കൈ അങ്ങനെ തന്നെ ആയിരിക്കും. ഇതാ ഇരിക്കുന്നു, ഇതാ കണ്ടോ, കാണുന്നുണ്ടല്ലോ എല്ലാവരും? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായല്ലോ? ഈ അപ്പറാം, ഈ പോർഷൻ ഇത് ആദ്യമായിട്ട് ചെയ്യിക്കുന്നുണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഈ അപ്പറാം അവിടെ സ്റ്റേബിൾ ആയിട്ട് ഓൾട്ടൻ ഇരിക്കട്ടെ. ഫോറാം മാത്രം, ഇത്രയും പോർഷൻ മാത്രം മൂവ് ചെയ്യുക. ഓക്കെ, ഇത്രയും പോർഷൻ മാത്രം മൂവ് ചെയ്ത് പോയി തിരിച്ചു വരുന്നു. ക്ലിയർ ആണല്ലോ? ചെയ്യാം. റെഡി? ദാ 1 2 3 4 5 6 7 8 9 10 2 1 റിലാക്സ്. മനസ്സിലായല്ലോ? സ്കൾ ക്രഷേഴ്സ്. എഴുന്നേക്കണ്ട, പ്ലാങ്ക. ഓക്കെ, പ്ലാങ്കാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്. 30 seconds. പ്ലാങ്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, സെഷൻസിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലാങ്ക് ആണ് നമ്മൾ നിൽക്കാൻ പോണം. ഓക്കെ, കൈ ഇതാ ഇങ്ങനെ കുത്തി ഇങ്ങനെ നിന്ന് പൊങ്ങിക്കാം. പൊങ്ങിക്കാന്ന് വെച്ചാൽ ഇവിടെ അല്ല, നമ്മുടെ സ്കാപ്പുല കണ്ടോ, ഇങ്ങനെ നിൽക്കുക. കുറച്ചുകൂടെ താഴ്ത്തിയേ. ഇവിടുന്ന് റൗണ്ട് നിൽക്കട്ടെ, റൗണ്ട് നിൽക്കട്ടെ. യെസ്, ഓക്കെ, ഗുഡ്. ഓക്കെ, റെഡി? കമോൺ, എല്ലാവരും നിന്നല്ലോ? സ്റ്റാർട്ട് ചെയ്യട്ടെ. 30 കൗണ്ട്സ് ആണ്. സ്റ്റാർട്ട് ചെയ്യുവാണ്. റെഡി? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ഓക്കെ, ഒരു ഡംബൽ എടുത്തോ. ഒരു ഡംബൽ, എനിക്ക് 5-ന്റെ ഒരു ഡംബൽ എടുത്തോ. ഇത് ചെയ്യാനാ റഷ്യൻ ട്വിസ്റ്റ്. ഓക്കെ, അപ്പോ അടുത്ത റഷ്യൻ ട്വിസ്റ്റ് ആണ്. റഷ്യൻ ട്വിസ്റ്റ് നമ്മൾ ഒരു ഇതിപ്പോ ഒരു 3-ാമത്തെ സെഷനിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒന്നും കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു, കാലിങ്ങനെ പൊക്കി വെച്ച് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. കാല് താത്ത് വെച്ചാലും കുഴപ്പമില്ല. ഹീൽ മുട്ടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇരിക്കുമ്പോൾ നേരെയല്ല, ബാക്കിലേക്ക് ലീൻ ചെയ്ത് നമ്മുടെ കോർ ടൈറ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, എന്നിട്ട് ഡംബൽ എടുക്കുന്നു. ഞാൻ ഫുൾ കാലിങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ, ഞാൻ ഹീല് മുട്ടിച്ചാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് സൈതും കാലിന് പൊക്കിക്കോ കേട്ടോ. അല്ല, ഒന്നുകിൽ ഇങ്ങനെ പിടിച്ചോ, അല്ലെങ്കിൽ ഇങ്ങനെ മടക്കി ഹീല് മുട്ടിച്ച് വെച്ചോ. ഓക്കെ, എന്നിട്ട് ഈ ഡംബൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നു. 1 2 കണ്ടോ, 3 4 5 6
7, 8, 9, 10, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. അയ്യയ്യോ നെഞ്ച് കലരുതടി അതായോ ഇപ്പൊ. അപ്പോ നമ്മൾ എന്താ ചെയ്തോണ്ടത്? റഷ്യൻ ടെസ്റ്റ്. റഷ്യൻ ടെസ്റ്റ് നിങ്ങൾക്ക് കാല് പൊക്കുകയും ചെയ്യാം, കാല് താത്ത് വെച്ചും ചെയ്യാം. ഞാനിപ്പോ കാല് താത്ത് വെച്ചാൽ ചെയ്തത്. അടുത്ത സർക്യൂട്ടിൽ ഞാൻ കാല് പൊക്കുകയോ ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മാറ്റി മാറ്റി കാണിക്കാനാണ്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോ ആണല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോ ചെയ്യുമ്പോഴും നമ്മുടെ കോറിൽ ഫുള്ള് ഫോക്കസ് ചെയ്യാം. നമ്മൾ എവിടെയാണോ ഏത് മസിലിനാണോ വർക്ക്ഔട്ട് ചെയ്യുന്നത് ആ മസിലിന് ഫുള്ള് ഫോക്കസ് ചെയ്യുക കേട്ടോ. എപ്പോഴും നമ്മൾ മൈൻഡ് ആൻഡ് മസിൽ കണക്ഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, എങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ റിസൾട്ട് ഉണ്ടാവുന്നത്. സോ ഒന്നും കൂടെ ഉണ്ട്, അങ്ങോട്ട് വെച്ചോളൂ. ഇതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹോളോ ഹോൾഡ്. ഹോളോ ഹോൾഡ് എന്ന് പറയുന്നത് കിടക്കുന്നു, കാലിതാ ഇങ്ങനെ പൊക്കി വെക്കുന്നു, എന്നിട്ട് കൈ ഇങ്ങനെ വെച്ച് പൊങ്ങി നിൽക്കുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ വേണം നമുക്ക് പൊങ്ങി നിൽക്കാൻ. പക്ഷെ നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ഇത്രയും പൊങ്ങിക്കുക. തലയും കാലും ഇങ്ങനെ മാത്രം പൊക്കി വെക്കരുത്, കാര്യമില്ല. ഷോൾഡറിന്റെ ഇവിടുന്ന് പൊക്കി വെക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. നമ്മുടെ കോറ് ടൈറ്റ് ആയിരിക്കുക. അയ്യോ, റെഡി, കം ഓൺ. 30 seconds ആണ്. റെഡി, കിടന്നിട്ട് പൊങ്ങിക്കോ. യാ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഓ, ഈ നിൽക്കുന്നതിലൂടെ കൗണ്ടോടെ ചെയ്യാന്ന് പറയുന്നത് ഹോറിബിൾ. അപ്പൊ റെസ്റ്റ്. നമ്മുടെ ഒരു സർക്യൂട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്നലത്തെ അത്രയും ബുദ്ധിമുട്ടുണ്ടായില്ല, കാരണം ഫുഡ് ഇന്നത്തെ അവസ്ഥ കൊണ്ട് ഫുഡൊക്കെ നമ്മൾ നേരത്തെ കഴിച്ചു സെറ്റായി. ആ അതെ, ഇന്നലെ കാർഡിയോ പക്ഷെ നീ പറയുന്നത് കേൾക്കാൻ പറ്റില്ല കേട്ടോ. മൈക്ക് വേറെ വെച്ചാ കേട്ടാ. നീ മറ്റേ മൈമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതെ അതെ. ആ ഇന്നലെ നമ്മള് മറ്റേ ഈ ആം ഫാറ്റ് കുറയ്ക്കുന്നതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. പിന്നെന്താ, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുന്നുണ്ട്, കൂടുന്നുണ്ട്, സന്തോഷം. കുറച്ചുപേരെങ്കിലും നമുക്ക് കമന്റ് ഒക്കെ ചെയ്തിട്ട് അറിയിക്കുന്നുണ്ട്, കൂടെ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്, റിസൾട്ട് കിട്ടിയവർ അറിയിക്കുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുന്ന സന്തോഷമാണ്. അപ്പൊ ഇനിയും നിങ്ങൾ പറയുക, നിങ്ങൾ ഈ വർക്കൗട്ട് നമ്മുടെ കൂടെ ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾ ഒരു കമന്റ് ബോക്സിൽ ഡൺ ഇടുക. ഓക്കെ, അത് മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിക്കുള്ളൂ. ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ ഇതുപോലത്തെ ഒരു കാര്യം പ്രതീക്ഷിച്ചിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് വീട്ടിലോ കൂട്ടുകാർക്കിടയിലോ എവിടെങ്കിലും ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക്, അതിലല്ലേ വീട്ടിലാണ് ഞാൻ പറഞ്ഞത്, കൂട്ടുകാർക്കിടയിൽ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അഗൈൻ ഷോൾഡർ പ്രസ്. കൈ കുത്താൻ എഴുന്നേക്കാവോ? ചുമ്മാ ചോദിച്ചാ. ഏട് ആ എന്തോ
എടുത്തോ. ഞാൻ എടുത്തോളാം. റെഡി, കമോൺ. ഷോൾഡർ പ്രസ്. എല്ലാവരും പൊസിഷനിലേക്ക് വന്നെന്ന് വിചാരിക്കുന്നു. ഡംബൽ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുക. ദെൻ ഷോൾഡർ പ്രസ്. സ്റ്റാർട്ട് ചെയ്യാം. റെഡി, 1 2 3 4 5 6 7 8 9, come on, 10 11 12. ഓക്കെ, ബെൻഡ് ഓവർ റോ ആണ്. ബെൻഡ് ഓവർ റോ അറിയാലോ. ഇതാ ഇങ്ങനെ ബെൻഡ് ചെയ്യുക. ഇതിലടിക്കോ ഇല്ലല്ലോ. താഴേക്ക് നോക്ക്. റെഡി, 1 2 3 4 5 6 7 8 9 10 11 12. പുഷപ്സ് ചെയ്യാം. എനിക്ക് 30 സെക്കൻഡ്സ് കൊടുത്തോ. റെസ്റ്റ് എടുക്കട്ടെ. കമോൺ, പുഷപ്സ്. എല്ലാവരും പോസ്റ്ററിലേക്ക് വാ, പൊസിഷനിലേക്ക് വാ. ഇവിടെ നിൽക്കേ. റെഡി. നീ വേണമെങ്കിലേ ഇപ്പൊ ഒരു നോർമൽ പുഷപ്പ് എടുത്ത് കാണിച്ചോ. പോടെ, കമോൺ. അല്ലേ? പോടെ. റെഡി, കമോൺ. 1 2 3 4 5 6 7 8 9 10. നിങ്ങൾ നമ്മുടെ കൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകണമെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് പോസ് ചെയ്ത് വെച്ച് റെസ്റ്റ് എടുത്ത് നിങ്ങളുടെ പേസിൽ ചെയ്യാൻ കേട്ടോ. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ റെസ്റ്റ് എടുക്കാം. മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ബൈസെപ്സ് കേൾസ്. ഓക്കെ, ബൈസെപ്സ് കേൾസ് ആണ് ഇത്. ഓക്കെ, അപ്പോ കൈ ഇവിടെ ഇരിക്കട്ടെ. സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇവിടെ എന്തോ ഒരു ഓക്കെ, അതൊരു സുഖം, കണ്ണിനൊരു സുഖം. അങ്ങോട്ട് കുറച്ചു നേരം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ ക്ലോസ് റൂമിൽ നിന്നിട്ട് വെളിയിലേക്ക് നോക്കുമ്പോ അല്ലേ, വെളിയിലേക്ക് നോക്കുമ്പോ നമുക്കൊരു ആനന്ദം കിട്ടത്തില്ലേ? അത് തന്നെ ഒരു മനദാനന്ദം. ഓക്കെ, റെഡി. എല്ലാവരും പൊസിഷനിലേക്ക് വാ. കണ്ടോ, കൈയോടെ വെക്കുന്നു. കാലിങ്ങനെ നിങ്ങൾക്ക് വേണേൽ മടക്കി വെക്കാം, നേരെ വെക്കാം, എന്തെങ്കിലും ചെയ്യാം. മടക്കി വെച്ചാൽ കുറച്ചുകൂടെ ബാലൻസ് കിട്ടും. കൈയോടെ വെക്കട്ടെ. എന്നിട്ട് 1 2 3 4 5
6, 7, 8, 9, 10, 11, 12. പിന്നെ ഒരു കാര്യം ഓർമ്മ വന്നിട്ട് പറയാം. നമ്മൾ എന്തൊക്കെ ഇത് ചെയ്യുമ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനമുണ്ട്, വയറ് കുറയാൻ എന്താ ചെയ്യേണ്ടത്? ഇത്രയും വീഡിയോസ് ഇട്ടിട്ട് എല്ലാവരും ചെയ്ത് വയറ് കുറയാൻ എന്താ ചെയ്യേണ്ടതെന്ന്. നമ്മൾ ഇതിനകത്ത് വയറ് കുറയാനുള്ളതും കൂടെ എല്ലാം ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് വയറ് കുറയാനുള്ളതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു പാർട്ട് മാത്രം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് ശരിയാവത്തില്ല. ഇപ്പം നമ്മൾ ഓവറോൾ നമ്മുടെ ഫാറ്റ് റിഡക്ഷൻ നോക്കുക, അപ്പൊ അതിന്റെ കൂടെ വയറും കുറയും. ഓക്കെ, ഇപ്പം നമ്മുടെ വയറിലും ബാക്കിയുള്ള സ്ഥലത്തെല്ലാം പോലത്തുള്ള മസിൽസ് തന്നെയാണ്. ഓക്കെ, അപ്പോ അവിടെ നമ്മളിങ്ങനെ എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ മസിൽസിന് റെസ്റ്റ് കിട്ടാതെ പോകും. റെസ്റ്റ് കിട്ടാതെ പോയി കഴിഞ്ഞാൽ ആ മസിൽസിന് ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ജീവിതകാലത്ത് നിങ്ങൾക്ക് ആ റിസൾട്ട് ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാ ബോഡി പാർട്ടിനും ചെയ്യുന്നത് പോലെ തന്നെ ആപ്സിനും റെസ്റ്റ് കൊടുത്ത് വേണം ചെയ്യാൻ. ഇപ്പൊ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ ഒരു ബോഡി പാർട്ടിന് വർക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞാണ് നമ്മൾ അതിന് വീണ്ടും കൊടുക്കുന്നത്, അല്ലെ? അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഞാനത് പറയാണ്. അപ്പം നിങ്ങൾ ഈ ഒരു ഹോൾ ബോഡി ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്ന രീതിയിൽ പോവുക. നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളുടെ വയറൊക്കെ കുറഞ്ഞ് നിങ്ങളുടെ ഫാറ്റൊക്കെ പോയി സെറ്റ് ആവും. അല്ലാതെ അതിന് മാത്രം ചെയ്യുക എന്നുള്ളത് അതൊരു കറക്റ്റ് കാര്യമല്ല ആക്ച്വലി, കേട്ടോ. ചെയ്യാം പ്ലാങ്ക്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളൊന്ന് വയറ് കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആരോഗ്യവാനോ ആരോഗ്യവതിയോ ആവണില്ല. നിങ്ങൾക്കൊരു കാര്യം, നമ്മൾ എല്ലാവരും തന്നെ പ്രായമാവെന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ വർഷം കഴിയുന്നതോറും നമ്മൾ ഏജ് കൂടി വരുന്ന ആൾക്കാരാണ്, അല്ലെ? നമുക്ക് വെറുതെ മെലിഞ്ഞിരിക്കുക അല്ലെങ്കിൽ വെറുതെ വണ്ണം കുറഞ്ഞിരിക്കുക എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല. നമുക്കൊരു വെയിറ്റ് എടുത്ത് കയറാൻ പറ്റണം. നമുക്ക് സ്റ്റെപ്പില് നമുക്ക് ഒരു 2 സഞ്ചി തൂക്കി അല്ലെങ്കിൽ 2 ബക്കറ്റ് തൂക്കി നമുക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റണം. നമുക്ക് ഒരാള് വീണ് കിടണം, നമ്മുടെ വീട്ടിൽ ഒരാൾ വീണ് കിടക്കുകയാണ്, നമ്മൾ മാത്രമേ ഉള്ളൂ, നമുക്ക് അയാളെ ഒറ്റയ്ക്ക് വലിച്ചുകൊണ്ടെങ്കിലും കൊണ്ടുപോകാൻ പറ്റണം, അല്ലെങ്കിൽ അയാളെ എടുത്തുനിന്ന് നേരെ ഇരുത്താനെങ്കിലും പറ്റണം. ആ ഒരു ആരോഗ്യം ഉണ്ടാവണം, മനസ്സിലായി? ആ ഒരു സ്ട്രെങ്ത് ലെവൽ ഉണ്ടാവണം. പിന്നെ നമുക്ക് സ്ട്രെങ്ത് യൂസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ വരും. ആണായാലും പെണ്ണായാലും ആരായാലും അതിനകത്ത് ഒരു അതൊന്നുമില്ല. നമുക്ക് സ്ട്രെങ്ത് യൂസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ വരും. കുറച്ച് നാൾ മുന്നേ ഒരു വീഡിയോ കണ്ടിരുന്നു. ഒരു വീട്ടില് കുറെ കള്ളന്മാര് കയറുന്നതും ഒരു സ്ത്രീ ആ വാതിൽ തള്ളിപ്പിടിച്ച് ആ കള്ളന്മാർ തുറക്കാതിരിക്കാൻ പിടിച്ചിരിക്കുന്ന ഒരു വീഡിയോ. ആ ഒരു സ്ട്രെങ്ത് അത്, അപ്പൊ ആ വീട്ടിൽ വേറെ ആരും ഇല്ല അവിടെ. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്തിനാണ് സ്ട്രെങ്ത് എന്ന് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട്, അത് നമുക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് അത് ഒരുപാട് യൂസ് വരും. ഇപ്പൊ ഞാനീ പറഞ്ഞ ഏറ്റവും ബേസിക് കാര്യം, നമ്മുടെ വീട്ടിലൊരാൾ വീണ് കിടക്കുകയാണ്, വേറെ ആരും ഇല്ല, വേറെ ആരെയും വിളിക്കാൻ പറ്റുന്നില്ല, നമുക്ക് അയാളെ എടുത്ത് പൊക്കാൻ പറ്റണ്ടേ? ആ ഒരു സ്ട്രെങ്ത് വേണം. അത് നിങ്ങൾ മെലിഞ്ഞിരുന്നുകൊണ്ടെന്ന് പറഞ്ഞിട്ടോ തടിച്ചിരിക്കുന്ന അതൊന്നും കാര്യമില്ല. സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുക. ഓക്കെ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുന്ന പ്ലാങ്ക്. കഥ പറഞ്ഞ സമയം പോയി. ഇടയ്ക്കിടയ്ക്ക് സ്റ്റഡി ക്ലാസ്. ഓക്കെ പോട്ടെ. പ്ലാങ്ക് നിന്നു. റെഡി, കമോൺ, എല്ലാവരും പോസ്റ്ററിൽ വാ. പോടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. റഷ്യൻ ടെസ്റ്റ്. സമയം കൂടി പോയ കഥ പറഞ്ഞു. അല്ല, അത് പറഞ്ഞതേ ഉള്ളൂ. ഇടയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ ആരും കേൾക്കത്തില്ല. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും വീഡിയോ വർക്കൗട്ട് കഴിയുമ്പോൾ ചിലപ്പോ നിർത്തിക്കളഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്.
ബുദ്ധിപൂർവമായുള്ള നീക്കമാണ്. ബാ അപ്പോ റഷ്യൻ ട്വിസ്റ്റ്. ഞങ്ങളിത് ഭയങ്കര റോ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിനകത്ത് ഈ വീഡിയോ കട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാണ്. അതുകൊണ്ടാണ് ഈ സമയം പോകുന്നത്. പക്ഷെ നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഇതേ ഒരു പേസിൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവും. ഓക്കെ, റെഡി? ദാ ഇങ്ങനെ പിടിച്ചോളൂ. ബാക്കിലേക്ക് ഇരിക്കുകയാണ്. ദാ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നിങ്ങൾ ഇത് ചെയ്ത് വാ കേട്ടോ, എനിക്ക് ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും. അടുത്തത് ഹോളോ ഹോൾഡ്. കിടക്കുന്നു. കിടന്നോ? എല്ലാരും കിടന്നോളൂ. എന്തൊരു സുഖം. ഓക്കെ, കാല് പൊക്കി വെച്ചോളൂ. അപ്പർ ബോഡി ഇത്രയും പൊക്കി വെച്ചോളൂ. ഇത്രയും പറ്റുന്നവർക്ക് അങ്ങനെ പൊക്കി വെക്കാം. ഇവിടം വരെ മതി. ഈ കോൾ ടൈറ്റ് ആയിരിക്കട്ടെ കേട്ടോ. ദാ 1 കാൽ സ്ട്രൈറ്റ് ആയിരിക്കട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. അയ്യോ. Again, rest. നമുക്ക് സ്ഥിരം നമ്മളിവിടെ ചെയ്യുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. നമുക്ക് സ്ഥിരം ഡൺ കമന്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അവരൊക്കെ ഇതുവരെ ചെയ്തതിൽ എന്താണ് അവരുടെ ഒരു അവരുടെ ചേഞ്ചും അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. അറിയാലോ. ഓ, നമ്മള് 14th ഡേ അല്ലേ? സൂപ്പർ. പെട്ടെന്നൊരു ദിവസം ഒരു ഇതുമില്ലാണ്ട് സ്റ്റാർട്ട് ചെയ്താണ് നമ്മൾ ആ ഫസ്റ്റ് വീഡിയോ. ആ വീഡിയോക്ക് കിട്ടിയ ഒരു ഇതാണ് നമ്മൾ പിന്നെ 30 ഡേ പ്രോഗ്രാം ചെയ്യാനുള്ള നമുക്ക് ഇൻസ്പിറേഷൻ ആയത്. അതൊരു എല്ലാരും വെള്ളം കുടിക്കണം കേട്ടോ. വർക്കൗട്ടിനിടയ്ക്കൊക്കെ എല്ലാരും വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാതിരിക്കരുത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തലകറക്കുമോ അങ്ങനത്തെ ഫീലിംഗ് ഒക്കെ തോന്നുകയാണെങ്കിൽ ഇരുന്ന് നിങ്ങൾ സെറ്റായതിനു ശേഷം മാത്രം ചെയ്യുക. ഒട്ടും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ബോഡിയെ ഫോഴ്സ് ചെയ്ത് ചെയ്യാൻ നിൽക്കരുത്. പറ്റുന്നില്ലെങ്കിൽ വിട്ടേക്കുക, പിന്നെ അടുത്ത ദിവസം ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഈ റൊട്ടീനിലേക്ക് വരിക, ഒരു ഫിറ്റ്നസ് റൊട്ടീനിലേക്ക് വരിക. നിങ്ങൾക്ക് ഇതുപോലത്തെ ഉള്ള ഒരു ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നല്ല പ്രോഗ്രാം, നമ്മൾ ചെയ്തുകൊണ്ട് പറയാൻ നല്ല പ്രോഗ്രാമാണ്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല, ഉറപ്പായിട്ടും. സ്റ്റാർട്ട് ആക്കാം. Come on. Ready? വായു. സ്റ്റാർട്ട് ചെയ്യാം. Come on. Shoulder press. ഇവിടെ വെക്കുന്നു.
1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. Relax. Bend over. Okay. Bend over ചെയ്യാം. Bend ചെയ്യുന്നു. Okay. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇന്നലെ ഇവിടെ എന്തായിരുന്നു? അണക്കിയല്ലായിരുന്നു, അണച്ച് ചാവുമല്ലായിരുന്നു ഇന്നലെ ഇവിടെ. പുഷപ്സ് എല്ലാരും വായോ, വാ, നോക്കിയല്ലേ? റെഡി? ഹോൾഡ് ചെയ്തു. ഓക്കെ, പോട്ടെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. മഴ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മളെങ്ങും പോയിട്ടില്ലേ എന്ന് കാണിക്കാൻ വേണ്ടി പെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഡംബൽ കേഴ്സ് എടുക്കുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അടുത്ത ഇതല്ലേ, എക്സ്റ്റൻഷൻ അല്ലേ? കൊള്ളാം കുഞ്ഞെ, കൊള്ളാം. അവിടെ കിടന്നു ചെയ്യാം. റെഡി? സെറ്റായി. ഒരു ഫോട്ടോ എടുക്കാം. അങ്ങനെ കിടന്നു. റെഡി? കമോൺ. ഇതാ ഇങ്ങനെ കിടക്കുന്നു. എല്ലാരും കിടന്നോ? ഡമ്പലൊക്കെ എടുത്തോ? ഇങ്ങനെ ഹോൾഡ് ചെയ്യാട്ടാ. ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. റെഡി? എന്നെ കാണാമല്ലോ അല്ലേ? റെഡി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. Relax.
ടും 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 ടും. ലാ 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 ലാ. എന്തുവാ? ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചതേ. റെഡി? പ്ലാങ്ക് ചെയ്യാം. ബാ, എല്ലാരും വായോ. എങ്ങനെ വെച്ചോ? Then നേരെ ready set go. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. റഷ്യൻ ട്വിസ്റ്റ് അടുത്തത്. അയ്യോ, റെഡി? കമോൺ. എടുക്കുന്നു. ഡമ്പൽ എടുക്കുന്നു. കാലിങ്ങനെ വെച്ചിട്ട് ബോഡി ബാക്കിലേക്ക് ലീൻ ചെയ്ത് കോറിൽ ഇത് കൊടുത്ത് 1 2 3 4 5 6 7 8 9 10 11 12. ഞാൻ തിരിയുന്നുണ്ടോ? 13 14 15 16 17 18 19 20. ഒരു വർക്കൗട്ട് കഴിഞ്ഞ തീർന്നു. ഖതം ഖതം ഖുദാഹെ. ഇല്ലപ്പാ, ആയി. ഓക്കെ അല്ലേ? എല്ലാരും ഓക്കെ അല്ലേ? ആ ശരി. ദാ കിടന്നോ. കിടന്നിട്ട് ദേ കാല് പൊക്കി, അപ്പർ ബോഡിയും പൊക്കി, ദേ ഇങ്ങനെ. ഓക്കെ, റെഡി? റെഡി സെറ്റ് ഗോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. എഴുന്നേക്ക. അങ്ങനെ നമ്മുടെ 14th ഡേ വിജയകരമായി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവര്, എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുള്ളവര്, എന്താണെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക കേട്ടോ. നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുമ്പോൾ ഇപ്പൊ കമന്റ് ഇട്ടവർക്കൊക്കെ തന്നെ അറിയാം, മാക്സിമം പെട്ടെന്ന് തന്നെ വേണ്ട രീതിയിൽ തന്നെ റിപ്ലൈ ഞാൻ കൊടുക്കുന്നുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ കുറച്ച് റെക്കമെൻഡഡ് വീഡിയോസ് ഉണ്ട്, കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഈ വർക്കൗട്ട്സ് ഇടാമോ അതൊക്കെ ഇടാമോ എന്നൊക്കെ. എല്ലാം ഉറപ്പായിട്ടും ഇടാം, 100% ഉറപ്പായിട്ടും എല്ലാത്തിന്റെ ഇടും. ഇന്നലെ നമ്മൾ ആംഫാറ്റിന്റെ ഇട്ടതുപോലെ എല്ലാത്തിന്റെയും വീഡിയോസ് ഇടും കേട്ടോ. റെഡി? വാം ഡൗൺ ചെയ്യാം. സ്ട്രെച്ച് ചെയ്തു, ഫ്രണ്ടിലേക്ക് പോട്ടെ പോട്ടെ പോട്ടെ. റെഡി? കമോൺ. 1 2 3 4 5
6, 7, 8, 9, 10, 11, 12. Come on, ready? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. പോട്ടെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. Put a 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. The 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അടുത്ത കൈ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അടുത്ത കൈ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പോ ഇന്നത്തെ സെഷൻ കഴിഞ്ഞിരിക്കുന്നു. നാളെ നമ്മുടെ 15th ഡേ, അതായത് ഒരു പകുതി മാസം ഉണ്ടായി നമ്മള്. ശരി, അപ്പം ബൈ ബൈ, ഗുഡ് നൈറ്റ്, കീപ് മൂവിങ്, ബൈ ബൈ.